ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പഴംപൊരി ആട്ടം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പഴം തൊലി കളഞ്ഞ് രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററും കൂടിയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര മധുരം ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഇളക്കിയെടുക്കുക. അധികം ലൂസായി പോവരുത്. ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്ക ചതച്ചതും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ കട്ടാതെ ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഞാൻ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് ഓരോന്നായിട്ട് എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴംപൊരി. അപ്പോൾ ബാക്കിയുള്ള കൂടി ഒന്ന് ചുട്ടെടുത്ത് വരാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയ ജോലിയും കൂടി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. പുതിയ റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അങ്ങനെ നമ്മുടെ പഴംപൊരി എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. പഴംപൊരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള മാവിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്നാക്സാണ് കേട്ടോ. ചക്കക്കുരു ആണ്, വേവിച്ചതല്ല. അപ്പോൾ ഞാനിത് കട്ടിയില്ലാതെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ അത് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പം നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് വേവിച്ചതല്ലാത്തതുകൊണ്ട് നന്നായി തന്നെ സ്ലിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ട് കൊടുക്കണം. എന്നാലേ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നന്നായി തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണ്ടു, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണ്ടു. നിങ്ങളൊന്ന് തയ്യാറാക്കി കൊണ്ടു കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം. നല്ല ചൂടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ.